നമസ്കാരം. T20 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ എല്ലാ കണ്ണുകളും സഞ്ജു സാംസണിലേക്കാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താരം സ്വന്തം നാട്ടിൽ നടന്ന മത്സരത്തിലും നാണം കെട്ട പ്രകടനം, എടുത്തുചാട്ടം കൊണ്ട് വിക്കറ്റ് വലിച്ചെറിയുന്ന ശൈലി ചില്ലറയൊന്നും അല്ലായിരുന്നു സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി. നല്ല കാലത്ത് കൈയടിച്ചവർ വരെ സഞ്ജുവിനെ കൂവി തള്ളുന്നതായിരുന്നു പിന്നീട് കണ്ടത്. തൻ്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന താരം വലിയ സമ്മർദ്ദത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. T20 ലോകകപ്പ് സ്ക്വാഡിൽ പ്രഥമ പരിഗണന ലഭിച്ചിരുന്ന താരമായിരുന്നു സഞ്ജു സാംസൺ. എന്നാൽ ന്യൂസിലൻഡിനെതിരെയുള്ള T20 പരമ്പരയ്ക്ക് പിന്നാലെ ഉറച്ചിരുന്ന ആ സ്ഥാനത്തിന് ഇളക്കം തട്ടി. ഓരോ മത്സരത്തിലും നിറമങ്ങി പരാജിതനായ പോരാളിയായി തലകുനിച്ച ഗ്രൗണ്ട് വിടുന്ന സഞ്ജുവിൻ്റെ കുറ്റങ്ങൾ പറയാൻ വിമർശകർ തലപൊക്കി. എന്നാൽ അവിടെയാണ് സ്വന്തം ടീമിൽ നിന്ന് സഞ്ജുവിന് അത്ഭുതകരമായ പിന്തുണ ലഭിച്ചത്. ഒരുപക്ഷെ പരാജയത്തിൻ്റെ വേദനയറിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ ഈ ഘട്ടത്തിലൂടെ കടന്നുപോയ നായകൻ സൂര്യകുമാർ യാദവ് സഞ്ജുവിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ടാകാം അതൊക്കെ. ടീം വീണ്ടും അവസരങ്ങൾ സഞ്ജുവിന് നൽകി. ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് ഗാലറിയെ തീപിടിപ്പിക്കുന്ന ഗംഭീര പ്രകടനവുമായി ആ പോരാളി തിരികെ എത്തുമെന്ന് ടീമിന് വിശ്വാസമുണ്ടായിരുന്നു. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരവസരം കൂടി സഞ്ജുവിന് നൽകാൻ പോവുകയാണ് ഇന്ത്യൻ ടീം. സഞ്ജുവിൻ്റെ ലോകകപ്പ് ഭാവി തന്നെ തീരുമാനിക്കാൻ പോകുന്ന അതിനിർണായക മത്സരം, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച ഉറച്ച ഒരു ഉത്തരം കിട്ടേണ്ട മത്സരം. ഓപ്പണിംഗ് റോളിലേക്ക് ഇനിയും സഞ്ജുവിനെ വിശ്വസിച്ചിറക്കണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ICC T20 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരം സഞ്ജുവിനുള്ള ഡെഡ്ലൈൻ കൂടിയാണ്. എന്നാൽ ടീം നൽകുന്ന അവസാന അവസരം സഞ്ജുവിനെ സംബന്ധിച്ച് അഗ്നിപരീക്ഷയാണെന്ന് പറയാതെ വയ്യ. എതിരാളികൾ സൗത്ത് ആഫ്രിക്കയാണ്. ന്യൂ ബോളിൽ സൗത്ത് ആഫ്രിക്കൻ പേസ് ആക്രമണത്തെ അതിജീവിച്ചുകൊണ്ടുള്ള ഏറ്റവും മികച്ച പ്രകടനം തന്നെ സഞ്ജു പുറത്തെടുക്കേണ്ടതായുണ്ട്. ഇതിലും പാളിപ്പോയാൽ പിന്നെ ലോകകപ്പ് സഞ്ജുവിന് മറക്കാം. സന്നാഹ മത്സരത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനായാൽ സഞ്ജുവിന് ലോകകപ്പിലെ ആദ്യ മത്സരത്തിനുള്ള എൻട്രി ടിക്കറ്റും ലഭിക്കും. സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ നിറമങ്ങിയ സഞ്ജുവിന് സന്നാഹ മത്സരത്തിലെ ഒരൊറ്റ മത്സരത്തിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവസരം കൊടുക്കാൻ സാധിക്കുമോ എന്ന്. സാധിക്കും എന്ന് തന്നെയാണ് ഉത്തരം. കാരണം താരതമ്യേന ചെറിയ ടീമായ അമേരിക്കയാണ് ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ എതിരാളികൾ. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അത്ര സജീവമാകാത്ത USA ക്രിക്കറ്റ് ടീം സഞ്ജുവിന് ഭീഷണിയാകാൻ ഇടയില്ല. സമ്മർദ്ദമേതുമില്ലാതെ ക്രീസ് നിറങ്ങി കളിക്കാനുള്ള സുവർണാവസരമാണ് താരത്തിന് ലഭിക്കുക. അതേസമയം നിർഭാഗ്യം കൊണ്ട് ഈ അവസരത്തിൽ വീണ്ടും നിറമങ്ങിയാൽ അത് സഞ്ജുവിനെ വിമർശിക്കുന്നവർക്ക് ലഭിക്കുന്ന വജ്രായുധം കൂടിയാകും. ഇന്ത്യക്ക് മറ്റ് ഓപ്ഷനുകൾ തേടി പോകേണ്ട സാഹചര്യവും ഉണ്ടാകും. കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെയാണ് സഞ്ജുവിനെ ഉൾപ്പെടുത്തി ഇന്ത്യ അന്തിമ ടീമിനെ ഒരുക്കുന്നതെന്നാണ് അറിയുന്നത്. സന്നാഹ മത്സരമാണെങ്കിലും ഗൗരവത്തോടെ തന്നെയാണ് ഇതിനെ ഇന്ത്യ കാണുന്നത്. കാരണം എതിരാളികൾ ശക്തരായ സൗത്ത് ആഫ്രിക്കയാണ്. ഇതേ മനോഭാവമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കുമുള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയാണ് എതിരാളികൾ. മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തന്നെ സൗത്ത് ആഫ്രിക്കയും ശ്രമിക്കും. ജയത്തോടെ തുടങ്ങി ആത്മവിശ്വാസം ഇരട്ടിയാക്കുക എന്നതാണ് ഇരു ടീമുകളും ലക്ഷ്യം വെക്കുന്നത്. പരീക്ഷണങ്ങൾ പരമാവധി പ്രയോഗിക്കുന്ന ഗംഭീർ ഇവിടെയും മാറ്റങ്ങൾ കൊണ്ടുവരാം. ന്യൂസിലൻഡിനെതിരെ അവസാനം കളിച്ച T20 ടീമിൻ്റെ ടോപ്പ് 4-ലാകും അഴിച്ചുപണി പ്രധാനമായും ഉണ്ടായേക്കുക. ഇന്ത്യയുടെ ബാറ്റിംഗ് സെൻസേഷനും ലോക 1-ാം നമ്പറും വെടിക്കെട്ട് ഓപ്പണറുമായ അഭിഷേക് ശർമ്മയ്ക്ക് സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വിശ്രമം നൽകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രകടനത്തിൻ്റെ കാര്യത്തിൽ സംശയമേതുമില്ലാത്ത ടീം 100-ൽ 100 മാർക്കാണ് അഭിഷേകിന് നൽകുന്നത്. മാത്രമല്ല കഷ്ടകാലത്തിന് അഭിഷേകിന് പരിക്കെങ്ങാനും പറ്റിയാൽ ഇന്ത്യക്ക് കനത്ത നഷ്ടമാകും പിന്നീട് സംഭവിക്കുക. ഇന്ത്യൻ ടീമിൻ്റെ ഈ ഒരു കണക്കുകൂട്ടലും സഞ്ജുവിന് വീണ്ടും ഒരു അവസരം ലഭിക്കാൻ തുണയാവുകയാണ്. സഞ്ജുവിനൊപ്പം ഓപ്പണിംഗ് പങ്കാളിയായി ഇറങ്ങുന്നത് ട്രെൻഡ് സെറ്ററായ ഇഷാൻ കിഷൻ തന്നെയായിരിക്കും. വെടിക്കെട്ട് താരങ്ങളായ രണ്ടുപേരും ഒരുമിച്ചിറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം. ടീമിന് ഇവരിൽ മികച്ച താരെന്ന ചോദ്യത്തിന് താൽക്കാലികമാണെങ്കിലും ഒരു ഉത്തരം ലഭിക്കുകയും ചെയ്യും. ഇഷാന് തന്നെ കീപ്പിംഗ് ചുമതല നൽകാൻ തന്നെയാണ് സാധ്യത. പരിക്ക് ഭേദമായി തിരിച്ചെത്തിയ തിലക് വർമ്മയാകും 3-ാം നമ്പറിൽ കളിക്കുക. അമേരിക്കയുമായി ഇക്കഴിഞ്ഞ സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ A ടീമിനായി കളിച്ച 24 പന്തിൽ 38 റൺസ് നേടി തിരിച്ചുവരവ് അറിയിച്ചിരുന്നു തിലക. ന്യൂസിലൻഡുമായുള്ള അവസാന T20 പരമ്പര പൂർണ്ണമായും നഷ്ടപ്പെട്ട തിലകിനെ സംബന്ധിച്ച ഒരുപാട് കണക്കുകൾ തീർക്കാനുണ്ട്.
ഫോമിലേക്ക് തിരിച്ചെത്തിയ നായകൻ സൂര്യകുമാർ യാദവാണ് തിലകിന് ശേഷം 4ാമനായി ക്രീസിലേക്ക് എത്തുന്നത്. കിവീസിനെതിരെ പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം സ്വന്തമാക്കിയ ആത്മവിശ്വാസവും സ്കൈക്ക് ഉണ്ട്. ഓൾറൗണ്ടർ ശിവം ദുബെയാകും 5ാമനായി എത്തുക. മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ പരമ്പരയിൽ ദുബെ കാഴ്ചവച്ചിരുന്നത്. മറ്റൊരു മാറ്റമാകും 6ാമന്റെ സ്ഥാനത്ത് ഇന്ത്യ നടത്താൻ പോകുന്നത്. ഹർദിക് പാണ്ഡ്യ 6ാമനായി കളിക്കില്ല. പാണ്ഡ്യയ്ക്ക് വിശ്രമം നൽകി പകരം അക്ഷർ പട്ടേലിനെയാകും ഇന്ത്യ ഈ ഒരു സ്ഥാനത്തേക്ക് ഇറക്കുക. 3 മത്സരങ്ങൾ പരിക്കു കാരണം നഷ്ടമായ അക്ഷർ ന്യൂസിലൻഡുമായുള്ള അവസാന T20യിൽ തിരിച്ചെത്തുകയായിരുന്നു. 7ാമനായി, അതായത് ഫിനിഷർ റോളിൽ ഇന്ത്യ കരുതി വച്ചിരിക്കുന്നത് റിങ്കു സിംഗിനെയാണ്. കുൽദീപ് യാദവിനെയും വരുൺ ചക്രവർത്തിയെയും ഒരുപക്ഷെ ഒരുമിച്ച് ഇന്ത്യ പരീക്ഷിച്ചേക്കാം. സഞ്ജുവിന്റെ അവസ്ഥയാണ് കുൽദീപിനുമുള്ളത്. ന്യൂസിലൻഡിനെതിരെ നിറമങ്ങിയ കുൽദീപിന് ഫോം വീണ്ടെടുക്കാനുള്ള അവസരം കൂടിയാണിത്. അതേസമയം ഹർഷിത് റാണയെ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം കൊണ്ടുവരാനും സാധ്യതയുണ്ട്. പ്രധാന മത്സരങ്ങൾക്ക് മുന്നോടിയായി ബുംറയ്ക്ക് വിശ്രമം നൽകുകയാകും ടീമിന്റെ പ്ലാൻ. ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരം കാണികൾക്ക് ആവേശമാകുമോ എന്നതല്ല ഇവിടെ ഇപ്പോഴുള്ള ചോദ്യവും വിഷയവുമല്ല. സഞ്ജു അടക്കം ചില താരങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന സുപ്രധാന മത്സരമായിട്ടാണ് ടീം ഈ ഒരു സന്നാഹ മത്സരത്തെ വിലയിരുത്തുന്നത്. തള്ളി പറഞ്ഞവരും കൂടെ കട്ടക്ക് നിൽക്കുന്നവരും സഞ്ജുവിന്റെ ഗംഭീര പ്രകടനത്തിനായി സത്യം പറഞ്ഞാൽ കാത്തിരിക്കുകയാണ്.